ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള ശ്രോതാക്കളെ, ഫാത്തിഹയിലെ ബിസ്മിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തിരുന്നത്. ബിസ്മിയിൽ 19 അക്ഷരങ്ങളുണ്ടെന്നും നരകത്തിന്റെ കാവൽക്കാരായ സബാനിയാക്കൾ 19 പേരാണെന്നും ഈ 19 അക്ഷരങ്ങൾ ആ 19 പേരുടെ ദ്രോഹത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമെന്നും ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ എഴുതി വച്ചതായിട്ട് കാണാം. സബാനിയാക്കളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നരകത്തെ കാക്കുന്ന യാതൊരു കരുണയുമില്ലാത്ത കിങ്കരന്മാരായ മലക്കുകളാണ് സബാനിയാക്കൾ. അവരുടെ നേതാവാണ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ദിവസം രാവും പകലുമായി അള്ളാഹു 24 മണിക്കൂർ സൃഷ്ടിച്ചു. അതിൽ 5 നേരങ്ങളിൽ നിസ്കാരം നിർബന്ധമാക്കി. ബാക്കി 19 നേരങ്ങളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ബിസ്മിയിലെ 19 അക്ഷരങ്ങൾ. ഇക്കാര്യവും റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ വിവരിച്ചതായിട്ട് കാണാം. ദുർറത്തുൻ നാസിഖീനിലെ 162 പേജിൽ അബുൽ ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, 7 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും നാം ബഹുമാനിയായിരിക്കും. കടലിലെ തിരമാലകളുടെ നുരകളേക്കാൾ കടൽ തിരമാലകളുടെ നുരകൾക്ക് സമാനമായി പാപങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു പൊറുക്കുകയും അവന് ആരാധനാ മാധുര്യം ലഭിക്കുകയും അവന്റെ ജീവിതവും മരണവും ഹൈറാവുകയും ചെയ്യും. ഈ 7 കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ. അബുൽ ലൈസ് എന്നവർ പറഞ്ഞ 7 കാര്യം ഏതാണ്? 1, എല്ലാ കാര്യങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. 2, എല്ലാ കാര്യങ്ങളും വിരമിച്ചു കഴിഞ്ഞാൽ, അവസാനിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. 3, അനാവശ്യമായത് സംഭവിച്ചു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. 4, ഒരു കാര്യം പിന്നീട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയുക. 5, വെറുക്കപ്പെടുന്ന വല്ലതും നേരിട്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ചൊല്ലുക. 6, മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹ് എന്ന് ചൊല്ലുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുക. 7, രാവും പകലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഈ 7 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ മലക്കുകളുടെ അടുക്കലും അവൻ ബഹുമാനിയാണ്. അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. മാത്രമല്ല, ആരാധനകൾക്ക് അവന് നല്ല ലസ്സത്ത് മാധുര്യം ലഭിക്കും. അവന്റെ ജീവിതവും മരണവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബുൽ ലൈസ് എന്നവർ പറഞ്ഞതായി ദുർറത്തുൻ നാസിഖീൻ എന്ന കിതാബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അബുൽ ലൈസ് എന്നവർ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ബിസ്മില്ല എന്നതിന്റെ ചർച്ചയിലായിരുന്നു നാം ഉണ്ടായിരുന്നത്. ബിസ്മില്ല അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളെ കൊണ്ടും എന്ന് ബിസ്മില്ല എന്നതിന് അർത്ഥമുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നാം മനസ്സിലാക്കി. കാവലും സഹായവും തേടുന്നത് അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടാണെന്ന് വന്നു. പക്ഷേ കാവൽ തേടാൻ വേണ്ടി, സഹായം തേടാൻ വേണ്ടി അഊദും ബിസ്മിയും ചൊല്ലുന്നവൻ അല്ലാഹു അർ റഹ്മാൻ അർ റഹീം എന്നീ നാമങ്ങൾ മാത്രമാണ് വ്യക്തമാക്കുന്നത്, വെളിവാക്കുന്നത്, പ്രത്യക്ഷമായി പറയുന്നത് ഈ മൂന്ന് നാമങ്ങളാ, അല്ലാഹു അർ റഹ്മാൻ അർ റഹീം. ബാക്കിയുള്ള നാമങ്ങൾ മനസ്സിൽ കരുതുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം അഥവാ ഇസ്മുൽ ആലം ആണെന്ന അഭിപ്രായമുള്ള ഈ മൂന്ന് നാമങ്ങൾ വ്യക്തമാക്കിയ സ്തുതിക്ക് മറ്റുള്ളവ മനസ്സിൽ കരുതിയാൽ മതി. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന നബിവചനം ഇതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അമലുകൾക്ക് നീയത്ത് വേണം എന്നതുപോലെ നീയത്ത് പ്രവൃത്തിയുടെ ഭാഗമാണെന്നും ഇതിന് അർത്ഥമുണ്ട്. അപ്പോ മൂന്ന് നാമങ്ങൾ നാം വ്യക്തമായി പറഞ്ഞു, ബാക്കി നാമങ്ങളൊക്കെ നാം കരുതുക. ഇങ്ങനെ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളെ കൊണ്ടും നാം ബറക്കത്തെടുക്കുക, സഹായം തേടുക. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അതെല്ലാം ഉച്ചരിക്കാൻ സമയം വേണം. ഒരു ചെറിയ അധ്യായമോ സൂക്തമോ പാരായണം ചെയ്യുന്നവൻ കാവൽ തേട്ടത്തിന്റെ പേരിൽ, സഹായം തേട്ടത്തിന്റെ പേരിൽ അവയെല്ലാം വ്യക്തമായി ഉച്ചരിക്കണമെന്ന് വന്നാൽ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. അത് വ്യക്തമായി ഉച്ചരിക്കുക, ബാക്കി മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുക. ഇതാണ് ബിസ്മിയിലൂടെ അല്ലാഹു സംവിധാനിച്ചു തന്നിരിക്കുന്നത്. ബില്ലാഹി എന്ന് പറയാതെ നാം ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹി എന്നാണ് നാം പറയുന്നത്. ബില്ലാഹി എന്ന് പറയാതെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞത് സഹായം തേടുന്നതും ബറക്കത്തെടുക്കുന്നതും അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ടാണ് എന്നതുകൊണ്ടാണ്. ബിസ്മില്ല അള്ളാഹുവിനെ കൊണ്ട് എന്നല്ലേ ബില്ലാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബില്ലാഹി ബിസ്മില്ലാഹി ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ബിസ്മില്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ട് എന്ന. ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നൊക്കെയാണ് ബില്ലാഹിന്റെ അർത്ഥം. അപ്പൊ ബില്ലാഹി എന്നുള്ളതും ബിസ്മില്ലാഹി എന്നുള്ളതും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ബറക്കത്തെടുക്കുന്നതിൻ്റെയും സത്യം ചെയ്യുന്നതിൻ്റെയും ഇടക്ക് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ബില്ലാഹി എന്ന് അള്ളാഹു പറയാതെ ബിസ്മില്ലാഹി എന്ന് പറയാനുള്ള കാരണം. ബിസ്മിയിലെ ബാ ഇസ്തിആനത്തിനാണ്, സഹായം തേടൽ എന്ന അർത്ഥമുണ്ട് ബിസ്മിയിലെ ബാഇന്. നേരത്തെ നാം ബിസ്മിയിലെ ബാഇന് ഇൽഫാഖ് എന്ന അർത്ഥമുണ്ട് എന്നത് മാതിരി ബിസ്മിയിലെ ബാഇന് ഇസ്തിആനത്ത് എന്ന അർത്ഥമുണ്ട്. ഇസ്തിആനത്തിന്റെ ബാ ആണ് ആ ബാ. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളോട് ഞാൻ സഹായം തേടുന്നു എന്നായി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബാ ഇസ്തിആനത്തിനാണ്, ഇസ്തിആനത്ത് സഹായം തേടൽ എന്നതിനാണെന്ന് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളോട് ഞാൻ സഹായം തേടുന്നു എന്നായി ബിസ്മില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം.
ഇനി ബിസ്മില്ല എന്ന് പറഞ്ഞതിന്റെ ബാ തബറുക്കിന്റെ ബാ ആണ്. തബറുക്കിനാണ് ബാ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ അഭിവൃദ്ധി തേടുന്നു, ബറക്കത്തിനെ തേടുന്നു. ഇങ്ങനെയാണ് തബറുക്കിനാണ് ബാ എന്ന് വെക്കുമ്പോൾ അതിന്റെ അർത്ഥം. അല്ലാ എന്ന പറഞ്ഞതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അല്ലാ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. ആരാധ്യൻ എന്നർത്ഥം കാണിക്കുന്ന ഇലാഹിൽ അൽ ചേർത്തപ്പോൾ അൽ ഇലാഹായി. ഉച്ചാരണ സൗകര്യാർത്ഥം ഇടക്കുനിന്ന് ഈ ഇലാഹിലെ ഈ നീക്കിയ ശേഷം അൽ എന്ന് പറഞ്ഞതിലുള്ള ഇൽ എന്നതിനെ ലായിൽ ചേർത്തു. അപ്പോൾ അല്ലാഹു എന്നായി. യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അല്ലാഹു എന്നതിന്റെ അർത്ഥം. ലോകത്ത് ആരാധിക്കപ്പെടുന്ന പല വസ്തുക്കളുമുണ്ട്. ഭാഷാപരമായി അതെല്ലാം ഇലാഹുകളാണ്. അവയിൽ പടച്ചവൻ മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ. മറ്റുള്ളവ ആരാധിക്കപ്പെടുന്നെങ്കിലും അതിന് അർഹതയില്ല, ആരാധനക്ക് അർഹമല്ല. തന്നിമിത്തം അല്ലാഹു എന്നുള്ളത് അൽ ഇലാഹായി, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി. അല്ലാ എന്നുള്ള നാമം ഇസ്മുൽ അഅ്ളമാണ്, അത്യുന്നത നാമമാണ് എന്ന അഭിപ്രായമുണ്ട്. ആയതുകൊണ്ട് അല്ലാ എന്നുള്ള നാമം കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇസ്മുൽ ആലമിന്റെ പ്രത്യേകത അതാണ്. അള്ളാഹുവിന്റെ അത്യുന്നത നാമമാണ് അല്ലാ എന്നുള്ളത്. അല്ലാ എന്നുള്ളത് കൊണ്ട് ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നുള്ളത്, അല്ലാ എന്നുള്ളത് ഇസ്മുൽ ആലമാണ്, അത്യുന്നത നാമമാണെന്നതിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇസ്മുൽ ആലമിന്റെ നാമം ഏതാണെന്ന് നിർണയിക്കുന്നതിൽ പണ്ഡിത ലോകത്തിൽ ഏകാഭിപ്രായമില്ല. പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം, ഇവയൊക്കെ ഇസ്മുൽ ആലമാണെന്ന് അഭിപ്രായമുണ്ട്. ഇമാം റാസിയുടെ വീക്ഷണത്തിൽ അല്ലാഹ് എന്നുള്ളത് ഇസ്മുൽ ആലമാണ്. ഈ വിഷയം സൂക്ഷ്മമായി പരിശോധിച്ച പണ്ഡിതന്മാരെല്ലാം റാസിയുടെ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇമാം മാവർദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഹുകിയ അൻ അബീ ഹനീഫത റളിയല്ലാഹു തആല അൻഹു അന്നഹുൽ ഇസ്മുൽ അഅ്ളമു മിൻ അസ്മാഇഹി തആല ലിഅന്ന ഗൈറഹു ലാ യുശാരികുഹു ഫീഹി. അബൂ ഹനീഫ ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അല്ലാഹു എന്നതാണ് ഇസ്മുൽ അഅ്ളം എന്ന് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടതായി ഉദ്ധരിക്കുന്നു. അൻ-നുഖത്ത് വൽ ഉയൂൻ എന്ന കിതാബിലെ 2-ാം പേജിൽ, 2-ാം ജുസിയിലെ 1-ാമത്തെ പേജിൽ കാണാം. തൊഹഫയുടെ ഹാഷിയായ ഷെർവാനി എഴുതുന്നു, സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ, ഇഹ്തിയാത്തിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ അല്ലാഹു എന്നതാണ് ഇസ്മുൽ അഅ്ളം.
അതിന് കാരണം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ 2360 പ്രാവശ്യം അല്ലാഹ് എന്നുള്ള നാമം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പറ്റം പണ്ഡിതന്മാരെ അനുഗമിച്ച് ഇസ്മുൽ ആലം അൽ ഹയ്യുൽ ഖയ്യൂം എന്നാണെന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീനുൻ നവവി തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഇസ്മുൽ ആലമിനെ കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ടെങ്കിലും പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അല്ലാഹ് എന്നുള്ള നാമമാണ് ഇസ്മുൽ ആലം എന്ന് പറയുന്നവരാണ് അധികരിച്ച പക്ഷവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിതം നയിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി സുഖലോക സ്വർഗത്തിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരോടൊപ്പം റസൂലുള്ളാഹിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.